ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രൈം ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടി വിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബഡ്സ് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. കറൻ്റ്ലി ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ജിയോ ഫൈബറിൽ ആണ്. അപ്പോൾ നിങ്ങൾ ജിയോ ഫൈബർ യൂസർ ആണെങ്കിലോ അല്ലെങ്കിൽ ജിയോ ഫൈബർ ഫ്യൂച്ചറിൽ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ തോട്ട് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഡേ ടൈമിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും വൈകിട്ടായിരിക്കും ഒരു പടം കാണാനായിട്ടൊക്കെ ടൈം കിട്ടുന്നത്. അപ്പം വീട്ടിൽ പിള്ളേരോ പ്രായമുള്ളവരൊക്കെ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ നമ്മളൊരു ഒച്ചത്തിലൊരു പടം വെച്ച് കാണുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഒരു തോട്ട് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇത് ഓപ്ഷൻ അറിയാതിരിക്കും, എന്നാൽ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ഹോം സ്ക്രീനിൽ വരണം. ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് സൈഡിലായിട്ട് സെറ്റിങ്സ് കാണാം. അവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റിമോട്ട് ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും താഴെയായിട്ട് ആഡ് ബ്ലൂടൂത്ത് ആക്സസറീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബഡ്സ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പെയറിംഗ് മോഡിലിടണം. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് അവിടെ താഴെ വിസിബിൾ ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ പെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് കണക്റ്റ് ആവും. വൺസ് കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് മൂവി പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഹെഡ്സെറ്റിൽ വൺസ് പ്ലേ ആയില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവേണ്ട കാര്യമില്ല. അതിൻ്റെ ഓഡിയോ ഓപ്ഷനിൽ പോയിട്ട് ഏതാണ് നിങ്ങളുടെ ഒറിജിനൽ ഓഡിയോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓഡിയോ പ്ലേ ആവുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൽ ഇപ്പോൾ ഇംഗ്ലീഷ് കാണും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൂസ്റ്റഡ്, അതായത് ഇംഗ്ലീഷ് ഓഡിയോ ബൂസ്റ്റഡ്, അങ്ങനെ പല ഓപ്ഷൻസും കാണും. അതിൽ ഒറിജിനൽ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹെഡ്സെറ്റിൽ ഇതാകത്തുള്ളൂ.